രാവിലെ തന്നെ വെച്ച് പിടിക്കുന്ന കൊടുവള്ളിക്കാണ് കേട്ടോ. 2 മക്കൾക്കും നല്ല പനിയാണ്. അപ്പോൾ പനി കിട്ടിയോണ്ട് അല്ലുട്ടനാണ് ഇതിൽ സന്തോഷം. കാരണം സ്കൂളിൽ പോകണ്ടല്ലോ. ഇപ്പോൾ 3-4 ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. ഇനി തിങ്കളാഴ്ച തൊട്ട് പോകണം. ഞങ്ങൾ സ്ഥിരമായിട്ട് മോമോ ഡോക്ടറെ കാണിക്കാറ്. പക്ഷേ മോമോ ഡോക്ടറൊന്നും അവിടെ ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ യൂട്ടേൺ എടുത്ത് നേരെ പോയത് കൊടുവള്ളി ഇക്രയിലേക്കാണ്. എനിക്ക് പനി ഉണ്ടോ വെച്ചാൽ ഇല്ല. പക്ഷേ ഇവരെ കൂടെ നടന്ന് എനിക്ക് ക്ഷീണമുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഡോക്ടർക്ക് ഇവരെ നോക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ടാവും. കാരണം ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കണേ. ആ അമ്മയ്ക്കല്ലേ ഞാൻ കൊടുത്തോളാം എന്നാണ് അല്ലുട്ടൻ പറഞ്ഞത് കേട്ടോ. അവിടെ കറങ്ങണ കസാര ഉണ്ടായതുകൊണ്ട് കുട്ടികൾ നല്ല എൻജോയ്മെന്റിലായിരുന്നു അതിൻ്റെ ഉള്ളിൽ. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് രണ്ടിനെയും ഡോക്ടറെ കാണിച്ച് പുറത്തിറങ്ങി മരുന്ന് വാങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ഈ മരുന്ന് ഇനി എങ്ങനെയാണ് ഇവരെ കുടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പോൾ തീരെ ഇഷ്ടമുള്ളവർക്ക് മരുന്ന് കഴിക്കണം കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഇവർ തമ്മിൽ മത്സരം വെപ്പിച്ചിട്ടൊക്കെ കൊടുക്കായിരുന്നു. ചേട്ടൻ ഇടയ്ക്ക് വല്ലാത്തൊരു കെയറിങ് ചേട്ടായി ആവും കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. മോളേന്ന് തികച്ച് വിളിക്കൂല. പക്ഷെ അത് കഴിഞ്ഞ ഒരു മിനിറ്റുകൾ വേണ്ട സെക്കൻഡിൻ്റെ ഉള്ളിൽ സ്വഭാവം മാറും. രണ്ടും കൂടെ അടി പിടി പൊടിപൂരായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെൻ്റലി ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് വരുന്ന ഒരു ആൾക്കേ പറ്റുള്ളൂ. അത് എനിക്ക് എന്നെ കൊണ്ടേ പറ്റുള്ളൂ. എൻ്റെ അത്ര ഭ്രാന്ത് ഞാൻ വേറെ ആർക്കും കണ്ടില്ലല്ലോ. ഇനിയും മക്കളെ മുടി വെട്ടിയിട്ടില്ലെങ്കിൽ അമ്മ വീട്ടിൽ കെട്ടില്ലെന്ന് ഏകദേശം ഉറപ്പായി. അമ്മേൻ്റെ വിചാരം മുടി നീളുന്നതാണ് അസുഖങ്ങൾക്ക് എല്ലാത്തിനും കാരണം എന്നാണ് കേട്ടോ. ആ ഒരു ഏറ്റ പോസിറ്റീവ് ഫാക്ടറും എല്ലാ രോഗങ്ങൾക്കും ഉള്ളൂ. അപ്പോൾ എന്ത് അസുഖം വന്നാലും മക്കളെ മുടി നീട്ടിയിട്ടാ എനിക്ക് ചീത്ത കേട്ട് മടുത്തപ്പം ഞാൻ എന്ത് ചെയ്തു, മുടി വെട്ടിക്കാൻ അയച്ചിട്ട് നേരെ ബാർബർ ഷോപ്പിലേക്ക് വെച്ച് പിടിച്ചു. തുമ്പമ്മേൻ്റെ തലയിലുള്ള മുടിയും കൂടെ പോയപ്പോൾ കുട്ടീൻ്റെ മുഖം കൂടെ ആകെ ചെറുതായിട്ട് ഒരു കുരുട്ടടക്ക പോലെ ആയിട്ടുണ്ട് കുട്ടി. ഇപ്പൊ തുമ്പീൻ്റെ മുടി വെട്ടിക്കാൻ ആരും സഹായമൊന്നും വേണ്ട, കുട്ടി എന്നെ നല്ലപോലെ നിന്ന് കൊടുത്തോളൂ. ഇത്തവണ മുടി വെട്ടുന്നതിൽ ഏറ്റവും സങ്കടം അല്ലുട്ടനായിരുന്നു കേട്ടോ. അവന് മുടി വെട്ടാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അയ്യോ എൻ്റെ കളർ ചെയ്ത മുടിയൊക്കെ പോവുമെന്നാണ് ആദ്യം തന്നെ ചോദിച്ചത് കേട്ടോ. അതുപോലെ പിന്നെ അവർ വെട്ടുന്നതിനനുസരിച്ച് അല്ലുട്ടൻ പറയാൻ തുടങ്ങി, അയ്യോ എൻ്റെ മുടി ഇവർ മൊട്ടയാക്കാണോ അമ്മ, എനിക്ക് മുടി വെട്ടണ്ടെന്നൊക്കെ പറഞ്ഞു ഫുൾ അലമ്പായിരുന്നു അല്ലുട്ടൻ. അതുകൊണ്ട് തന്നെ തുമ്പമ്മേൻ്റെ മുടി വെട്ടലൊക്കെ ദാന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞു. ഷടപടേന്നായിരുന്നു. പക്ഷെ അല്ലുട്ടൻ തീരെ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യുന്ന ഞാനിവിടെ സൂപ്പ് ഉണ്ടാക്കി വിൽക്കുകയാണ് ഗൈസ്. ഇത്രയും ക്ഷമ എനിക്കുണ്ടെന്ന് ഞാൻ ഇപ്പം ഈ അടുത്താണ് അറിഞ്ഞു തുടങ്ങിയത് കേട്ടോ. രണ്ട് രീതിയാണ് ഞാൻ പറഞ്ഞില്ലേ. എപ്പോഴും വെള്ളി നക്ഷത്രത്തിലെ ജഗതിയും ജഗദീഷുമാണ്. ഒന്ന് നല്ല സ്വഭാവമാണെങ്കിൽ മറ്റത് മൂശായിട്ടായിരിക്കും. ഒന്ന് നല്ലതാണെങ്കിൽ മറ്റത് അങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ്. ഇപ്പം ഇന്ന് അല്ലുട്ടനാണ് ടേൺ വന്നില്ല. അല്ലുട്ടനെ ടേൺ ആണെന്ന് കേട്ടോ. അല്ലുട്ടൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഫുൾ അലമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇഷ്ടംപോലെ സമയം ഉണ്ടെന്ന് മനസ്സിലാക്കി അച്ഛൻ തുമ്പീനെയും കൂട്ടി ചിക്കൻ വാങ്ങാൻ പോവാണ് കേട്ടോ. കാരണം അല്ലുട്ടൻ്റെ കഴിയാൻ കുറച്ച് സമയം എടുക്കും. ലേബർ റൂമിലേക്ക് പോകുമ്പോൾ അമ്മേൻ്റെ കൈ ഞാൻ പിടിച്ചതാണ് എനിക്ക് ഓർമ്മ വന്നത്. മുടി വെട്ടാൻ വരെ എൻ്റെ കൈ പിടിച്ചിട്ടൊക്കെ ഇരുന്നത്. എന്താണോ എന്തോ ഓനാടെ എന്തൊക്കെയോ പ്രശ്നം കാണിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തുനിന്ന് എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ. കാരണം ഞാൻ തടി കുറഞ്ഞിരിക്കുന്നു ഗൈസ്. നോക്കി എൻ്റെ ഡ്രസ്സൊക്കെ നല്ല ലൂസായി. എൻ്റെ വയറൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഒതുങ്ങാനുണ്ട്. എന്നാലും എനിക്ക് ഒരു ഇഞ്ചാണെങ്കിൽ പോലും എനിക്കതൊരു സന്തോഷമാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വന്ന് എൻ്റെ സൗന്ദര്യം നോക്കി തിരിച്ചു പോകുമ്പോഴത്തേക്ക് അല്ലുട്ടൻ അമ്മ എൻ്റെ മുടി ഒരു മൊട്ടയാക്കുമോ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, കുറച്ച് ജെല്ലൊക്കെ വാങ്ങി തരണേന്നൊക്കെയാണ് മൂപ്പരെ വർത്താനം കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അല്ലുട്ടൻ്റെ മുടിവെട്ടൽ അങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനം. ഇതൊന്ന് വീട്ടിൽ പോയി ഇരിക്കണം ഗൈസ്. കുറേ വരെ വയ്യാൽ അല്ലോ എന്ന് വിളിച്ച് മതിയായി. ചില സമയം എനിക്ക് തോന്നും ഇവർക്ക് രണ്ടുപേർക്ക് വല്ല ദൈവത്തിൻ്റെ പേരിട്ട് എനിക്ക് വല്ല പുണ്യെങ്കിലും കിട്ടിയാണ്. കാരണം അത്ര വട്ടം ഞാനൊരു ദിവസം വരെ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. ഓന് തലയിൽ വരട്ടോണ്ട് ഓളോ തലവരെയും കൂടി ഒന്ന് കാണിച്ചിട്ടാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ബേക്കാണ്.